സൗദി അറേബ്യയിൽ വിദേശികളുടെ താമസരേഖയായ ഇഖാമ പുതുക്കാതെ 3 മാസം കാലാവധി പിന്നിട്ടവർക്ക് തൊഴിൽ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ജൂൺ 30-നകം ഇഖാമ പുതുക്കുകയോ സ്പോൺസർഷിപ്പ് മാറുകയോ ചെയ്യണം. ഇല്ലെങ്കിൽ നിയമ നടപടികൾക്ക് വിധേയരാകേണ്ടി വരും. ഇഖാമ കാലാവധി അവസാനിച്ച എല്ലാവർക്കും അവരുടെ മൊബൈൽ ഫോണുകളിൽ ഈ സന്ദേശം എത്തി തുടങ്ങി. തൊഴിലുടമയാണ് ജീവനക്കാരുടെ ഇഖാമ പുതുക്കേണ്ടത്. പുതുക്കിയില്ലെങ്കിൽ ആ ജീവനക്കാരൻ ജൂലൈ 1 മുതൽ സ്ഥാപനത്തിൽ നിന്ന് സ്വമേധയാ പുറത്തുപോകും. അവർക്ക് മറ്റു തൊഴിലുടമകളിലേക്ക് തൊഴിൽ മാറാം. തൊഴിൽ മാറാൻ സാധിക്കാത്ത നിയമപ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അക്കാര്യം അവരെ അറിയിക്കും. ഇഖാമ പുതുക്കാത്തതിനുള്ള മുഴുവൻ ബാധ്യതകളും പഴയ തൊഴിലുടമ വഹിക്കേണ്ടി വരുമെന്ന് മാനവ വിഭവശേഷി മന്ത്രാലയം അറിയിച്ചു. നിലവിൽ നിരവധി പേർ ഇഖാമ കാലാവധി കഴിഞ്ഞ് സൗദിയിൽ കഴിയുന്നുണ്ട്. സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയതോ സാമ്പത്തിക പ്രയാസങ്ങൾ നേരിട്ടതോ ആണ് ഇഖാമ പുതുക്കാതിരിക്കാനുള്ള കാരണം. എന്തു പ്രതിസന്ധി നേരിട്ടാലും 3 മാസത്തിലകം ജീവനക്കാരുടെ ഇഖാമ പുതുക്കാതിരിക്കാനാവില്ലെന്നാണ് മന്ത്രാലയം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇഖാമ പുതുക്കാതിരുന്നാൽ സ്പോൺസർ അറിയാതെ തന്നെ സ്പോൺസർഷിപ്പ് മാറാനുള്ള അവസരം നേരത്തെ ആരംഭിച്ചിരുന്നു. എന്നാൽ അവർ സ്വമേധയാ പുറത്തുപോയിരുന്നില്ല. നേരത്തെ തൊഴിൽ കരാർ പുതുക്കിയില്ലെങ്കിൽ മാത്രമായിരുന്നു ജീവനക്കാർ സ്വമേധയാ സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്തുപോയിരുന്നത്. എന്നാൽ പുതിയ വ്യവസ്ഥയനുസരിച്ച് 3 മാസം ഇഖാമ കാലാവധി അവസാനിച്ചാലും ജീവനക്കാരൻ സ്ഥാപനത്തിൽ നിന്ന് സ്വമേധയാ പുറത്താകും. പിന്നീട് 2 മാസത്തിനകം ഫൈനൽ എക്സിറ്റ് നേടുകയോ സ്പോൺസർഷിപ്പ് മറ്റേതെങ്കിലും സ്ഥാപനത്തിലേക്ക് മാറ്റുകയോ ചെയ്യണം. ഇല്ലെങ്കിൽ ഹുറൂബ് ആകും. ഹുറൂബ് ആയാൽ തർഹീൽ വഴി ഫൈനൽ എക്സിറ്റ് നേടുകയോ അല്ലെങ്കിൽ ഹുറൂബ് പിൻവലിച്ച് സ്പോൺസർഷിപ്പ് മാറ്റാവുന്ന പദവി ശരിയാക്കൽ നടപടികൾ പ്രതീക്ഷിച്ച് കഴിയുകയോ വേണം. നിയമലംഘകർ ഇല്ലാത്ത സൗദി എന്ന ക്യാമ്പയിന്റെ ഭാഗമാണ് പുതിയ വ്യവസ്ഥ. ഇഖാമ പുതുക്കിയില്ലെങ്കിൽ അതിന്റെ ബാധ്യതകൾ എല്ലാം സ്പോൺസർ തന്നെ വഹിക്കേണ്ടി വരുമെന്നതാണ് ഈ വ്യവസ്ഥയുടെ പ്രത്യേകത. ജീവനക്കാരൻ പുതിയ സ്ഥാപനത്തിലേക്ക് മാറിയ ദിവസം മുതൽ ഇഖാമ ചെലവുകൾ പുതിയ സ്പോൺസറാണ് വഹിക്കേണ്ടത്.